മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. ഉത്സവത്തിനായി ഏപ്രിൽ 1 വൈകിട്ട് 5 ഇനി നട തുറക്കുക. ഏപ്രിൽ 2 കൊടിയേറ്റ് നടക്കും. മനോജ് ചേരുന്നു. മനോജ്, സന്നിധാനത്ത് നിന്ന് എന്താണ് ഇന്ന് രാവിലെ ഉള്ള ഏറ്റവും പുതിയ വാർത്ത? ഇന്നലെ നടൻ മോഹൻലാൽ ദർശനമൊക്കെ നടത്തി മീനമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് നട അടയ്ക്കുന്നു. അടുത്ത മാസം സന്നിധാനത്ത് ഉത്സവമാണ്. കൂടുതൽ വിശേഷങ്ങൾ. വിനോദ് വീണ, സ്വാമി ശരണം. ഇപ്പോൾ സന്നിധാനത്ത് വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടിയാണ് ഈ മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കുക. അതിനുശേഷം ഏപ്രിൽ 1 വൈകിട്ട് 5 മണിയോടെ നട തുറക്കും. 2 തീയതി കൊടിയേറ്റ് നടക്കും. ഉത്സവമാണ്, 18 ദിവസമുള്ള ഉത്സവം. അത്തരത്തിൽ ഇനി അടുത്ത മാസത്തെ പ്രത്യേകത അത് തന്നെയാണ്. എന്തായാലും ഈ മാസം 14 തീയതി നട തുറന്നു. അതിനുശേഷം ഓരോ ദിവസവും അങ്ങനെ പൂജ തുടർന്നു. കണ്ടു തൊഴുവാനായി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവസാന ദിവസം തിരക്ക് കുറവ് എന്ന് വേണം പറയാൻ. രാവിലെ മുതൽ തന്നെ മുൻവശം വഴിയും അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലം വഴിയുമൊക്കെ ഭക്തരെ കടത്തിവിടുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യ ദിവസം ഇതുവഴി മാത്രമായിരുന്നു ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ ശ്രമം ദേവസ്വം ബോർഡൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഇതുവഴി മാത്രം ഭക്തരെ കടത്തിവിടാൻ സാധിക്കുമെന്നാണ്. പിന്നീട് അത് മാറ്റുകയായിരുന്നു. അത്തരത്തിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും നടത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18ാം പടി തൊഴുത് കയറി വരുന്ന ഓരോ അയ്യപ്പ ഭക്തരെയുമാണ്. അവരൊക്കെ തന്നെ അങ്ങനെ ഭക്തിയോടുകൂടി ഈ ഒരു മീനമാസ പൂജകൾ നടക്കുന്ന അവസാന ദിവസം ഇങ്ങോട്ടേക്ക് എത്തിയവരാണ്. അവരൊക്കെ തന്നെ ദർശനത്തിനായി പോവുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഇവിടേക്കെത്തി നീലിമല വഴി മല ചവിട്ടിയാണ് എത്തിയത്. പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് കെട്ടി പിന്നീട് മല ചവിട്ടി 18ാം പടിയും ചവിട്ടി അയ്യനെ ദർശിച്ച ശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ പേരിലടക്കം വഴിപാട് നടത്തി എന്നുള്ളതാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം രാത്രിയോടുകൂടി മടങ്ങുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തരുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ ദർശനത്തിനായി ഇരുമുടിക്കെട്ടില്ലാതെ എത്തുന്ന ഭക്തരുണ്ട്. അതിൽ സമയക്രമം പുതിയത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സിവിൽ ദർശനത്തിൽ എത്തുന്ന ഭക്തർക്ക് ഇനി എല്ലാ മാസവും ഈ 6 മണിക്ക് ശേഷമാകും, അതായത് പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. 1 മണിക്കൂറിന് ശേഷമാകും സിവിൽ ദർശനം അനുവദിക്കുക. അതോടൊപ്പം തന്നെ രാത്രി 9:30 വരെയാകും സിവിൽ ദർശനം അനുവദിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ മാസപൂജകൾക്കും ഇനി പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി അടയ്ക്കും. വൈകിട്ട് നട തുറന്നാൽ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക. അതിന് എല്ലാ മാസവും തുടരും എന്ന് തന്നെയാണ്, ആ സമയക്രമം പാലിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിവിൽ ദർശനത്തിനുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രാവിലെ തിരക്ക് കൂടുന്നതിനാലാണ് ഈ 1 മണിക്കൂർ വൈകി സിവിൽ ദർശനം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സന്നിധാനത്തിൻ്റെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം അവിടെ മറ്റ് ചടങ്ങുകൾക്കായി, അതായത് പറയെടുപ്പ് ഒക്കെയായി ഇവിടെ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയിടുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ മണ്ഡലകാലത്തിലാണ് നാണയപ്പറ കൂടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു ചടങ്ങ് കൂടെ ഭക്തർക്ക് ഇവിടെ നടത്താമെന്നുള്ളത്, അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ രാവിലെ മുതൽ അങ്ങനെ നടക്കുകയാണ്. നട തുറന്നതിന് ശേഷം അങ്ങനെ ഓരോ ചടങ്ങുകളായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കും അതോടൊപ്പം നിയന്ത്രണങ്ങൾക്കുമായി പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ ഓരോ ദിവസവും അങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തിരക്ക് ഇന്ന് വളരെയധികം കുറവ് തന്നെയാണ്. അവസാന ദിവസമായതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ, അതായത് നട തുറന്ന് അന്നു മുതൽ കഴിഞ്ഞ ദിവസം വരെ നിരവധിയായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞു മണികണ്ഠന്മാരൊക്കെ അങ്ങനെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരൊക്കെ ഇനി അമ്പലത്തിനുള്ളിൽ കയറി ഈ ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തിയ ശേഷം
ഇനി മാളികപ്പുറത്തേക്കുമൊക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം മോഹൻലാലും ഇവിടേക്ക് എത്തി. അദ്ദേഹം മാളികപ്പുറത്തൊക്കെ പോയി തൊഴുത് എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹം രാത്രിയോടുകൂടി ഇവിടെ നിന്നും തിരികെ മടങ്ങിയത്. ഇപ്പോൾ മേൽപ്പാലം വഴി ഭക്തർ, സിവിൽ ദർശനത്തിനുള്ള ഭക്തർ എത്തുന്നുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഇനി അവിടെയും വലിയ തിരക്ക്, അതായത് ഇന്ന് സിവിൽ ദർശനത്തിനാണ് തിരക്ക് കൂടുതലെന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ അവർ മുന്നിലൂടെ കയറുന്നുണ്ട്. അവരെയും ചിലരെയൊക്കെ ഈ മേൽപ്പാലം വഴി കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ സിവിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർ അങ്ങനെ ഈ മേൽപ്പാലത്തിൽ കാത്തു നിൽക്കുകയാണ്. പുലർച്ചെ 5 മണി മുതൽ നട തുറന്നു. പിന്നീട് ഓരോ പൂജകളായി തുടരുകയാണ്. നെയ്യഭിഷേകമുണ്ട്. അതെ മനോജ്, സന്നിധാനത്തെ മഴയുടെ വിശേഷങ്ങൾ കൂടി. മഴ നന്നായി അവിടെ പെയ്തിട്ടുണ്ടോ? ഭക്തർക്ക് മല കയറുന്നതിന് മഴ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാവിലെ മഴയില്ലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴ അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? വിനോദ്, മഴ ഒരു തടസ്സമായി ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം വലിയ രീതിയിലൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല. രാത്രിയിൽ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമല്ല. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഈ മഴ പെയ്യുന്നില്ല. ഈ സന്നിധാനം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ ഒരു അന്തരീക്ഷം അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്തായാലും ഭക്തർ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നിരവധിയായി എത്തി. എന്തായാലും അവസാന ദിവസമാണ് ഇന്ന് ഈ മീനമാസ പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുമ്പോൾ അയ്യനെ കണ്ടു തൊഴാൻ വേണ്ടി അങ്ങനെ ശരണമന്ത്രങ്ങളോടുകൂടി എത്തുന്ന ഭക്തരാണ്. അതിൽ ഇന്ന് സിവിൽ ദർശനം, അതായത് ഇരുമുടിക്കെട്ടില്ലാതെ എത്തുന്ന ഭക്തർ കുറേയധികമുണ്ട്. അവരൊക്കെ തന്നെ അങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി അവർ ഈ സോപാനത്തിനരികേക്ക്, അതായത് ഈ കാണുന്ന പാതയാണ് ആദ്യം ഈ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത്. അതായത് 18ാം പടി കയറി എത്തുന്ന ഭക്തർ മേൽപ്പാലം വഴി ഈ പ്രദക്ഷിണം വെച്ചാണ് താഴേക്കിറങ്ങി സോപാനത്തിനരികേക്ക് പോവുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് സിവിൽ ദർശനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സിവിൽ ദർശനത്തിനായുള്ള ഗേറ്റ് അത് മാളികപ്പുറത്തിൻ്റെ സമീപത്ത് നിന്നാണ്. അപ്പോൾ പകുതിയിൽ നിന്നും അവർ മേൽപ്പാലത്തിലേക്ക് കയറി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ, അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മാസപൂജയ്ക്ക് തിരക്ക് കുറവായതിനാൽ മലയാളികളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരൊക്കെ ഉണ്ടാകും. അവരൊക്കെ തന്നെ അങ്ങനെ തിരക്കില്ലാത്ത സമയം നോക്കി ദർശിക്കാൻ എത്തിയതാണ്. അതായത് ഈ സിവിൽ ദർശനം അങ്ങനെയാണ്. കൂടുതൽ പേരും ഈ മാസപൂജകൾക്ക് അയ്യനെ കണ്ട് തൊഴുവാൻ വേണ്ടി എത്തും. അതോടൊപ്പം തന്നെ മറ്റ് ഇരുമുടിക്കെട്ടുമൊക്കെയായി വരുന്ന ഭക്തർ, അവർക്ക് എത്ര തിരക്കായാലും ഈ ദർശനത്തിന് വേണ്ടി അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു നിന്ന ശേഷം അയ്യനെ തൊഴുവാൻ വേണ്ടി എത്തുന്നവരാണ്. ഈ മണ്ഡലകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതായത് മണിക്കൂറുകളോളം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പുതിയ ഈ ഒരു ക്രമീകരണം, അതായത് ഈ ദർശന ക്രമീകരണം ഏർപ്പെടുത്തിയത്. പക്ഷേ അത് തിരക്ക് കൂടുമ്പോൾ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം തിരക്ക് ഇല്ലാത്ത സമയം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർക്ക് സുഗമമായി ഉള്ളിലേക്ക് കയറി നേരെ ദർശനം നടത്താമെന്നുള്ളതാണ്. അതായത് ഒരു 20 സെക്കൻഡിലധികം ഭക്തർക്ക് നടന്നുകൊണ്ട് ദർശനം നടത്താം മുന്നോട്ട്. അപ്പോൾ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും ഭക്തരെ മേൽപ്പാലത്തിലേക്ക് കയറ്റേണ്ടി വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിനി മണ്ഡലകാലത്ത് എങ്ങനെയാണ് രണ്ടും കൂടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതിലാണ് സംശയം. കാരണം നിരവധിയായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൂടുതൽ പേരും ഈ മുന്നിലേക്ക്, ഈ സൗകര്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കേണ്ടി വരും. അതൊക്കെ എത്രത്തോളമാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നതിനെപ്പറ്റി ഒരു ആശങ്ക ദേവസ്വം ബോർഡിനും ഉണ്ട്. എന്തായാലും മാസപൂജകളെ സംബന്ധിച്ചിടത്തോളം തിരക്ക് കുറവായതിനാൽ ഈ വിധത്തിൽ ദർശന ക്രമീകരണം ഏർപ്പെടുത്താമെന്ന് എന്നാണ് കരുതിയിരുന്നത്. എന്നാലും ഈ മാസപൂജയ്ക്ക് തിരക്ക് വർദ്ധിച്ചിരുന്നു. അതായത് നിരവധിയായി ഭക്തജനങ്ങൾ എത്തിയപ്പോൾ പിന്നീട് ആ തീരുമാനം മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആ മേൽപ്പാലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഭക്തരെ ഒരു വരി മുന്നിലൂടെ കടത്തി വിടുന്നുണ്ട് അവരെ ദർശനത്തിന് വേണ്ടി. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ സ്വാമിയെ ദർശിക്കുവാൻ വേണ്ടി, അയ്യനെ ദർശിക്കുവാൻ വേണ്ടി നിരവധിയായി ഭക്തജനങ്ങൾ ഈ സിവിൽ ദർശനത്തിനും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു അവസാന ദിവസം, അതായത് മീനമാസ പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുന്ന ദിവസം അയ്യനെ കണ്ട് തൊഴണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി അവർ ഓരോരുത്തരും അങ്ങനെ ശരണമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ഇവിടേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ തന്നെ പുലർച്ചെ നട തുറന്നത് മുതൽ
മുതൽ ഇവിടെ നമുക്ക് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി എത്തുന്ന ഓരോ മുഖങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ തന്നെ അങ്ങനെ ഭക്തിസാന്ദ്രമായി അവരുടെയൊക്കെ മുഖം വളരെയധികം തേജസ്സോടുകൂടി തന്നെ ആ ഒരു ദർശനത്തിനായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബലിക്കൽപുര വഴിയാണ് ഈ ഒരു ദർശന ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കാണിക്ക വഞ്ചി, അതായത് സാധാരണ രീതിയിൽ ഉള്ള ആകൃതിയിലല്ല കാണിക്ക വഞ്ചി, നീളത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്തർക്ക് നടന്നുകൊണ്ട് തന്നെ കാണിക്ക ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ആ നീളത്തിന് കാണിക്ക വഞ്ചി ക്രമീകരിച്ചിരിക്കുന്നതിന് 2 വശത്തും കൂടെയാണ് ഈ ഒരു ദർശന പാത ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെയാണ് പുതുതായി അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ശ്രമം അത് ഇനി വരും മാസങ്ങളിലും തുടരുമോ എന്നുള്ള ഒരു കാര്യം അതിൽ സംശയം തന്നെയാണ്. കാരണം ഈ ഒരു തിരക്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി തിരക്ക് കൂടുന്ന മാസങ്ങളിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് ആശങ്ക ദേവസ്വം ബോർഡ് അധികൃതർക്കും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ ശബരിമല നട അടയ്ക്കുന്ന ഈ മീനമാസ പൂജകൾ കഴിയുമ്പോൾ അവസാന ദിവസം രാവിലെ വളരെയധികം തിരക്ക് ഇല്ല എന്ന് വേണം. സ്വാമി ശരണം. സന്നിധാനത്ത് ഇന്ന് മീനമാസ പൂജകൾ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഹരിവരാസനം പാടി നട അടയ്ക്കും. സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തെങ്കിലും രാവിലെ അവിടെ മഴ പെയ്യുന്നില്ല. സന്നിധാനത്ത് ഇന്ന് പൂജകൾ പൂർത്തിയാക്കി, മീനമാസ പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കും. അടുത്ത മാസം ഉത്സവമാണ് ശബരിമല. ഏപ്രിൽ 2 കൊടിയേറ്റ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.